ഈ കൊച്ചി അപകടവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കൊച്ചിയിൽ അപകടം സംഭവിച്ച കല്ലട ബസിന്റെ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നമുക്ക് ആ ഡ്രൈവർ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് 9:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. സഡൻ ബ്രേക്ക് ഇട്ട് ബസ് മറിയുകയായിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഡ്രൈവറെ. ഈ അപകടത്തിൽ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഇടുക്കി സ്വദേശിയായ ജിജോ സെബാസ്റ്റ്യൻ 33 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് മരിച്ചത്. 13 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. സഡൻ ബ്രേക്ക് ഇട്ടതുമൂലം നിയന്ത്രണം വിട്ട ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ശ്യാം പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, പറയൂ. അറിയ അല്പം മുമ്പാണ് ഇതിൻ്റെ ബസ്സിൻ്റെ ഡ്രൈവറെ പോലീസ് പിടികൂടുന്നത്. അതായത് ഈ ബസ്സിൻ്റെ ഡ്രൈവർ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലാണ് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ അങ്ങനെ ഒരു പേര് തിരക്കിയപ്പോൾ അങ്ങനെ ഒരാളില്ല എന്ന് മനസ്സിലായി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പാൽപ്പാണ്ടിയാണ് ഇതിൻ്റെ ഈ ബസ്സിൻ്റെ ഡ്രൈവർ എന്ന് മനസ്സിലായത്. തുടർന്ന് ഇയാളെ തൊട്ട് സമീപത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അല്പം മുമ്പ് ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അയാളെ എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അയാൾക്കും സാരമായ പരുക്കുണ്ട്. അതിനുശേഷം ഇപ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ അപകടം പറ്റിയ ആളുകളുണ്ട്. മറ്റ് ഈ അപകടത്തിൽ ഈ പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് പാൽപ്പാണ്ടി. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ വാഹനം ബംഗളൂരുവിൽ നിന്ന് തിരിച്ചത്. രാവിലെ 9:30 വെച്ചാണ് ഈ മാടവന ജംഗ്ഷനിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നതും. തുടർന്ന് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമെത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ പ്രാഥമിക പരിശോധനയിൽ ഈ വാഹനത്തിൻ്റെ ഡാഷ് ക്യാം ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഉൾപ്പെടെ കൈമാറുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ ഈ സിഗ്നലിന് സമീപത്ത് വാഹനം നിർത്തിയ ബൈക്ക് യാത്രക്കാരനാണ് ദാരുണമായി മരിച്ചത്. ഈ മഴയുള്ള സമയമായിരുന്നു, നനവുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ വാഹനം അമിത വേഗത്തിലാണ് എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാൽപ്പാണ്ടി എന്നാണ്. തമിഴ്നാട് സ്വദേശിയാണ്. ശരി, ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ അപകടമുണ്ടായ കല്ലട ബസ്സിന്റെ ഡ്രൈവർ പാൽപ്പാണ്ടി തമിഴ്നാട് സ്വദേശിയാണ്. കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ അപകടത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ഈ ഡ്രൈവർക്കും ചില പരിക്കുകളുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇപ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.